കൊണ്ടിരിക്കുകയാണ്. ഒച്ചപ്പാടും വേണമെന്ന് ഉണ്ടാക്കാതെ കയറണം. കാരണം എന്താ വെച്ചാൽ അവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മോനെ പിഞ്ചിമോളെന്ത് രസാറിയാ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടി ഉണ്ട് കോളേജിൽ. അപ്പോൾ നമ്മൾ ഷോസും കാര്യങ്ങളൊന്നും കുറച്ചായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദുബൈയിലായ കാരണം നമ്മൾ ഷോസും കാര്യങ്ങളൊന്നും നിർത്തിയിരുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിപ്പോൾ ഇന്ന് ഷോക്ക് പോവുകയാണ്. നമ്മുടെ കാറുണ്ട്, പിന്നെ നമ്മുടെ ആനിവേഴ്സറി ഉണ്ട്, പിന്നെ വേറെയും കുറേ വണ്ടികളുണ്ട്. എല്ലാം കാണാൻ കിടക്കണുള്ളൂ. സോ ആരും സ്കിപ്പ് ആക്കണ്ട. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഇറങ്ങി ഓൺ ദി വേ ആണ്. നമ്മുടെ ആംസുട്ടി ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്, ഷൊർണൂരുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലെമിംഗ് ബ്രോ നമ്മളിവിടെ ത്രാളികാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെമിംഗ് ബ്രോനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വിടും ആംസുട്ടിയുടെ അടുത്തേക്ക്. ഷംനാഥ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ വേറൊരു സിറ്റി ചെറിയ അതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് നമ്മുടെ ഫ്ലെമിംഗ് ബ്രോനെ കണ്ട് അവിടുന്ന് നമ്മൾ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് വിടും. ഓക്കെ, നമ്മളിത് അങ്ങനെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ വണ്ടികളും എത്തി. നമ്മൾ റണ്ണർ എടുത്തു, FJ എടുക്കുന്നു, ബാക്കിൽ ഫോർച്യൂണർ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ജെറി വരാൻ വേണ്ടി ജെറിമോൻ വരുന്നുണ്ട് സിറ്റിയേറ്റ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ആക്കണം കേട്ടോ. ബാക്കിയുള്ള ടീമൊക്കെ എൻ്റർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ജെറിമോനും കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റർ ആവാം. ഓൾറെഡി ഇപ്പോൾ ലേറ്റ് ആയി, തരാൻ വരട്ടെ. നമ്മളിത് ഓൾമോസ്റ്റ് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആംസുട്ടി പിന്നെ ടണ്ടർ ഉണ്ട്, ഫ്രണ്ടിൽ സിറ്റി എടുക്കുന്നുണ്ട്, ബാക്കിൽ വണ്ടികളുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ വണ്ടി എടുത്തേക്കണേ സിൽവർ ഇട്ടില്ല. അത് ഇതിൻ്റെ ഉള്ളിലാണ്, കോളേജിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്, വേറെ ഒന്നല്ല. അത് നമ്മുടെ പിള്ളേർ ഇരിക്കുന്നുണ്ട് ബാക്കിൽ. പൊളി. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണം. എത്ര ക്രൗഡ് ഉണ്ടാ കോളേജിൽ? അത്യാവശ്യം ഒരു ഏകദേശം 3 ഇയറും പാടെ കൂട്ടിയിട്ട് 5000 ഉണ്ടല്ലേ? അത് മതിയില്ലേ അമ്മ? സപ്പോർട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത് മതി. അപ്പൊ നമ്മൾ ഇത്രയും കാലം ഷോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊരു സൂപ്പർ എഞ്ചിനാണ്. പേര് വന്നിട്ടുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. പേര് പറഞ്ഞ റിഹാൻ. പേര് പറ. വീഡിയോസ് ഒക്കെ കാണാറില്ലേ? അടിപൊളിയല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ വരുന്നുണ്ട്, കയറി ചെക്ക് ചെയ്തോ. ഓക്കെ, പിള്ളേരെ ഹാപ്പി. എല്ലാ വണ്ടിക്കും ഉള്ളിലാണ്, അവിടെ ഇല്ല. എല്ലാ വണ്ടികളും അടിപൊളിയാണ്. സ്വന്തം വണ്ടികളാണ്, സ്ഥിരം വണ്ടികളാണ്. കൊണ്ടിരിക്കുകയാണ്. ഒച്ചപ്പാടും വേണമെന്ന് ഉണ്ടാക്കാതെ കയറണം. കാരണം എന്താ വെച്ചാൽ അവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മള് ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാക്കാതെ വേണം കയറാൻ വേണ്ടിട്ട്. ലക്ഷമ്മ ഈ ഒച്ചൊന്നും ഉണ്ടാക്കല്ലേട്ടാ. ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഒച്ചപ്പാടും വേണമെന്ന് ഉണ്ടാക്കരുത്. ചീറരുത്, വേറെ ഒന്നും കുഴപ്പമില്ല. ചീറായിരുന്നാ മതി. ഇതിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നേരെ അപ്പുറത്തോണ്ട് എടുത്താനാ അങ്ങടാണോ? എടാ മൊത്തം കറങ്ങി വെച്ചാ പണി കിട്ടും, മൊത്തം ബ്ലോക്ക് ആവൂലേ? അവിടെ ബ്ലോക്ക് ആക്കുന്നിട്ട് കറക്കാം നമുക്ക്. കാരണം മാല പോലെ വരില്ലേ ഇത് മൊത്തം ഇങ്ങനെ കറങ്ങുക. എടാ മൊത്തം കറക്കണ്ടട്ടാ, മൊത്തം കൊളാവും എല്ലാം. അപ്പൊ അവിടെ ബ്ലോക്ക് ആവൂലേ? അങ്ങനെ പറയാം. അങ്ങനെ ഐഡിയ ഇട്ടാ അവര്, ഭയങ്കര ഐഡിയ അവർക്ക്. പേരൊക്കെ അങ്ങനെ മൂച്ചി പൂത്തുകള് ടറാച്ച് എടുത്തില്ലേ? മൂച്ചി പൂത്തുകള് മൂച്ചി 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 എന്ന് പറഞ്ഞാൽ മാവ്. ഞങ്ങളവിടെ അങ്ങനല്ലോ അറിയാം. ഈ കണ്ണി കണ്ട അടപ്പാടും പോയി നിന്നിട്ട് കണ്ണിയാണ്ട് പറഞ്ഞിട്ട് ഞങ്ങളാണ് മൂച്ചി നല്ല അറിയാം. ഞങ്ങൾ മൂച്ചി നല്ല അറിയാം. നമ്മള് വേറെന്തോ പറയലോ, വേറെന്തോ പറയും. മലപ്പുറത്തുള്ളവരാണ് മൂച്ചി എന്ന് പറയല്ലേ? ബ്ലോക്ക് ആവും, അത് നമുക്കറിയാം. അപ്പൊ ബ്ലോക്ക് ആയില്ലേ ഞാൻ പറഞ്ഞത്? അവിടെ വട്ടം ചുറ്റി ആദ്യമേ പറഞ്ഞ ബ്ലോക്ക് ആവും. ഐഡിയ മണി. പക്ഷെ ഇതിനുള്ളിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. വിശാലമായ ഗ്രൗണ്ട് ഒക്കെ കാണുന്നുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ കറക്കാനും പിടിക്കാനും നിൽക്കണില്ല. കറക്കാൻ പാടില്ല, കറക്കാൻ പാടില്ല, മോശമാണ്. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ സ്ഥലം. ജയിച്ചോട്ടെ.
ഒന്നും ചെയ്യരുതിട്ടാ. ഗ്രൗണ്ട് ഗ്രൗണ്ട് ഒന്നും ചെയ്യരുത്. കണ്ട കറക്റ്റാ പന്ത് കളിക്കും. 2 കാരണം അപ്പുറത്തിട്ട് പെട്ട ഫോട്ടോ ചേർത്തിട്ട് എല്ലാ വണ്ടികളും വരും. ഈ വണ്ടിയിൽ മറ്റേ വണ്ടിയൊന്നും കയറില്ലെങ്കിൽ അപ്പൊ നമ്മളിത് ഇവിടെ ഒരു ഗ്രൗണ്ടിൽ കയറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ അർഷുട്ടൻ നമ്മൾ 3 വണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ കയറ്റിയിട്ടുണ്ട്. അതിന്റെ അടിക്ക് പോവും. ഹർഷ അടിക്ക് കുറച്ചുകൂടെ അടിക്ക്. നമ്മുടെ പിങ്കി മോള് വരുന്നേ. എൻ്റെ മോനെ പിങ്കി മോളിൻ്റെ രസം അറിയാം. ഫോർച്യൂണർ അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സിയാസ് നമ്മുടെ നാട്ടിലുള്ള വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ചെക്കൻ ഡ്രോണായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചമ്മ ഈ ഒരു പ്രാവശ്യം പറത്തിയിട്ട് ഫാൻ്റെ മുകളിൽ തട്ടിച്ചിട്ട് സാധനം നശിപ്പിച്ചല്ലേ. അതുകൊണ്ട് ഈ തൊടണ്ട. എന്തേ കറങ്ങണില്ലല്ലോ. എന്തേ വണ്ടികളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പോയി അറിയാട്ടാ. ശമ്പു എന്നെ പോലെ അല്ല, പറപ്പിക്കറിയാ. നമ്മൾ കുറച്ചു നേരം ഇവിടെ നമ്മള് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് മറ്റേ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒന്നല്ല, പിന്നെ അവിടെ എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ആർട്സ് ആൻഡ് സയൻസ് ആണ്. സോ അതുകൊണ്ട് ചെറിയൊരു പരിപാടി ആയിട്ടാണ് നടത്തിയേക്കുന്നത്. ഒരു 2 മണിക്കൂറത്തെ പരിപാടി. ഓക്കെ, കൺസോട്ട് എടുത്തോളും. അപ്പൊ അങ്ങനെ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി അമ്മ ഭക്ഷണം കഴിക്കുക. അതന്നെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇറങ്ങിയതല്ലേ, ഇവിടെ എന്താ കാണാനുള്ളത് കാണിക്കാം നമുക്ക്. അപ്പൊ നമ്മളിതാ കോളേജിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. നല്ല വിശപ്പുണ്ട് കേട്ടോ. ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ഡിപ്പാർട്ട്മെന്റ് 4 ഡിപ്പാർട്ട്മെന്റ് നോക്കി നടത്തുന്ന പരിപാടിയാണ്. സോ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ടൈമാണ്. നമുക്കൊരു 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ ഒരു പരിപാടി നമ്മൾ കളറാക്കി കൊടുത്ത് വണ്ടി കയറ്റിയിട്ട് അത് കഴിഞ്ഞ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് മറ്റേ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊന്നുമല്ല, ആർട്സ് ആൻഡ് സയൻസ് ആണ്. പിന്നെ പിള്ളേരൊരു ആഗ്രഹം കൊണ്ട് നടത്തിയൊരു പരിപാടിയാണ്. ഓക്കെ, നമ്മൾ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഉള്ളതാ FJലാണ്. നമ്മൾ അംസൂട്ടി സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നേരെ പോയി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടി. ഓക്കെ, ബാക്കിയുള്ളവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിനി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഓക്കെ, നമ്മളിതേ റിട്ടേൺ തിരിച്ചു കേട്ടോ. നമ്മൾ അതിനിടയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിയും കൂടെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പലരും പല വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഓക്കെ, അവരും പല വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ ഞാനും ചെറിയതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിലിതേ ചെറിയ നമ്മുടെ സിറ്റിയിൽ വരുന്നുണ്ട്. സിറ്റി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിങ്ക് കളറ് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഷോക്കൊക്കെ കയറിയിട്ട് ലൈക്ക് ഗേൾസിന് കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കളറാണ്. അങ്ങനെ ഒരു ഗുണം ഈ കളറിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുള്ളൂർക്കരയാണ്. മുള്ളൂർക്കര എത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. നേരെ വീട്ടിൽ പോവുക, അതുതന്നെ പരിപാടി. അങ്ങനെ ചെറിയൊരു പരിപാടിയായിരുന്നു. പിന്നെ പരിപാടി കഴിഞ്ഞ് പിന്നെ മറ്റവരുടെ ഒരു ചെറിയൊരു എൻട്രിങ് ഉണ്ടായിരുന്നു. ആ എൻട്രിങ് ടൈമിൽ കോപ്സ് വന്നു. അങ്ങനെ കുറച്ച് സീനായി. അങ്ങനെ അവിടെ ബ്ലോക്ക് ആയിട്ട് കേട്ടോ, വേറെ സീനൊന്നുമല്ല. ബാക്കിയുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ബ്ലോക്ക് ആയതിൻ്റെ പേരിൽ കോപ്സ് വന്ന്. പിന്നെ അപ്പുറത്തിന് നമ്മളെ കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇങ്ങനത്തെ ഷോസും നടക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിതേ ഇങ്ങനെ വീട്ടിലെത്തി, പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാ. ഓക്കെ, സമയത വേണ്ട 4:30. നമ്മളവിടെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി, അതുകൊണ്ടാണ് ഈ 4:30 ആയിട്ടാ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ലേറ്റ് ആവില്ല. പിന്നെ നമ്മൾ ലൈറ്റ് കയറ്റിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് വേണ്ട, ഈ ഒരു മിനി ലൈറ്റാണ് കേട്ടോ ഇവിടെ കയറ്റിയത്. നമ്മൾ ഓവറായിട്ട്, അതായത് എടുത്ത് കാണിക്കരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു സാധനം കയറ്റിയിരിക്കുന്നത്. പിന്നെ അതിങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നതാണ്, നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി ഭയങ്കര രസമാണ്. ഈ ഒരു യെല്ലോ ലൈറ്റിനോട് സാമ്യമുള്ള പോലെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കട്ടെ. പല പാറ്റേൺസും ഉണ്ട് നമുക്കതിൽ, പല പല പാറ്റേൺസായിട്ട് നമുക്കിങ്ങനെ ഇടാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ വെളിച്ചമായതുകൊണ്ട് നിങ്ങൾക്ക് കാണാത്ത കണ്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി വണ്ടി ഇങ്ങനെ അകലെന്ന് വരുന്ന കാണുമ്പോൾ വളരെ ഒരു ലുക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഈ മഞ്ഞ ഇങ്ങനെ ഫ്ലാഷറും വരുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഈ ഒരു ലൈറ്റ് നമുക്ക് വൈറ്റ് ആക്കാൻ പറ്റും, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതിൽ. നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് വൈറ്റ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേണ്ട, അപ്പോൾ നമ്മൾ ആ ചെറിയൊരു ലൈറ്റ് നമ്മൾ വൈറ്റ് ആക്കി മറ്റേതായി യെല്ലോയിൽ ഫ്ലാഷർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ആക്ച്വലി ഇങ്ങനെ അകലെന്ന് ഇങ്ങനെ വരുന്ന കാണാനാണ് അതിൻ്റെ ഒരു ഭംഗി. ഓക്കെ, എന്തായാലും മാഷാ അല്ലാ വേറെ ലെവലായിട്ടുണ്ട്. എനിക്ക് എന്തായാലും എടുത്ത് കാണിക്കരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, കാരണം അവിടെ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു സാധനം വെച്ചത്. പിന്നെ അതിങ്ങനെ കത്തനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതിൽ കയറ്റിയത്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ്, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ പരിപാടികളും കാര്യങ്ങളും വരുന്നുണ്ട്, അപ്പോൾ ആരും സ്കിപ്പ് ആക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാകും. നമുക്ക് അടുത്ത വീഡിയോ കാണാം.